പെൺപലക തൊട്ടപ്പഴേ കിട്ടി. തലങ്ങണി കഴിച്ചു പിടിച്ചേക്കണം. പണി ഇവിടെ ഈ പട്ടിക്കൂടൊന്ന് ശരിയാക്കണം. തന്നെ എണ്ണക്കാരന്റെ വീടാണ്, അറിഞ്ഞൂടെ? പിന്നെ ലക്ഷങ്ങൾ വരെയുള്ള പട്ടി ഇറക്കുമതി ചെയ്യാണ്. അതുകൊണ്ട് ഈ പട്ടിക്കൂടൊക്കെ ഒന്ന് റിയാക്കി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കുള്ള അല്ല, കൂടെ ആളുണ്ട്. മറ്റേ അമ്മണിക്കൂട്ടനാ അവൻ വരും. നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഒറ്റയ്ക്ക് പിടിക്കണില്ലേ? അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കേട്ടോ. ഒന്നാമത് അവനെ കൊണ്ട് തലവേദനയാണ്. ഇനി ആ കിഴങ്ങനെ കൂടെ വിളിച്ചു വരുത്ത്. അമ്പിളിക്കൂട്ടം വരും. ഞാൻ വരുന്ന വഴിക്ക് ആ കുളിക്കടവിൽ വായി നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ചുടുകട്ടെടുത്ത് പുറം തലയ്ക്ക് എറിഞ്ഞു കൊടുത്തു. കൊട്ടാ അപ്പൊ ഞാനാണെന്ന് അവൻ കണ്ടില്ല. പറയല്ലേ കൊണ്ടല്ലോ അവര് കൊള്ളണം. മണ്ട അത് എന്നാ വന്നോ. അമ്പിളിക്കുട്ടാ, തലയിൽ എന്ത് പറ്റിയടാ? ഒന്നും പറയണ്ട മേശിരി. പിതാവിന് മുമ്പേ പൂജാതന ഏതോ പട്ടി അലവലാതി ചുടുകെട്ടോട്ട് എറിഞ്ഞതാ. പോകുന്ന വഴിക്ക് പാണ്ടിലോറി കയറി ഇറങ്ങി അവനെ പാമ്പ് കടിച്ച് കാലപ്പാമ്പ് ഭയങ്കര വേദന. വേദന മാറും, പണിയായി. ഒരു കാര്യം സമയത്ത് ചെയ്യില്ല, അറിയാലോ. പട്ടിക്കൂട് പണിയാനാണ് വന്നിരിക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഈ പട്ടി എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവം അല്ലേ? പട്ടി ഭയങ്കര. എനിക്ക് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മൃഗസ്നേഹിയാണ്. ഒരു പട്ടി എന്നെ കടിച്ചാൽ പോലും ഞാൻ കല്ലെടുത്തറിയില്ല. എന്താണെന്ന് അറിയാവോ? സഹോദര സ്നേഹം. ഇത് പണ്ടത്തേതാ രാജാവിന്റെ വീടാന്ന് തോന്നുന്നു. ഇത് രാജാവിന്റെ വീടല്ല. രാജാവിന്റെ വീടാ. രാജാവ് പക്ഷേ ഇവിടെ ഇല്ല. ആരും എന്റെ അടുത്ത് പറഞ്ഞത്? മതിൽ എഴുതി വെച്ചേക്കുന്നത് രാജാവില്ലെന്ന്. എടാ, രാജാവില്ല. വില്ല എന്ന് പറഞ്ഞ വീടാണ്. രാജയുടെ വീടാണ്. അങ്ങനെയാണോ? രാജാവില്ല. ഒരുപാട് പൈസ കാണൂല്ലേ അവരൊക്കെ? ചെണ്ടന്നല്ലേ ജോലി. ഭയങ്കര വലിയ ജോലിയായിരിക്കും. മോഷണം വല്ലതും ആയിരിക്കും അവിടെ. ചെവിലുകൾക്ക് വരെ ചെവിയുള്ള കാലമുണ്ട്. അപ്പൊ ചെവിരിയൊക്കെ കണ്ണുണ്ടാ? ആ, ചിലപ്പോ കാണും. അയ്യേ, ഞാൻ ചെവിരിയിൽ നിന്നാണ് മൂത്രം ഒഴിച്ചത്. പട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നായ്ക്കുട്ടികളെ ഞാൻ എവിടെ കണ്ടാലും എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഭയങ്കര സ്നേഹമാണ്. എന്റെ വീടിന്റെ അപ്പുറത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ഏത്? കിടിലൻ പട്ടിയാ. ഏത് പട്ടി? മറ്റേ ഇത് ഒരു റോഡ് റോളർ. അത് റോഡ് വീലർ. വീലൊന്നും ഇല്ല, കാലയുള്ളത്. എടാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതിനെ വളർത്തണമെങ്കിൽ ഒരാൾ പറയുന്നത് അനുസരിക്കുള്ളൂ. വൺ മാസ്റ്റർ. പക്ഷെ ഒരു കാര്യം, റോഡ് വീലർ ലൈസൻസ് വേണം. അതിന് വണ്ടി ഓടിക്കാനല്ലോ കൊണ്ടുവരുന്ന വീടിന്റെ കാവലിനല്ലേ ലൈസൻസ്? എന്തിനാ അമ്മമാര് പറഞ്ഞാണ് വിളിക്കേണ്ടത്. എടാ, അതല്ല പറഞ്ഞത്. അതിന് വീട്ടിൽ വളർത്തണമെങ്കിൽ ലൈസൻസ് ഒക്കെ കൊടുക്കണമെന്ന്. അതൊക്കെ പോടും. എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഇതിലും പട്ടി 50,000 രൂപ മേടിച്ചാണ്. ഭയങ്കര അനുസരണയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. രാവിലെ പോയി പാല് മേടിച്ചോണ്ട് വരും, പത്രം എടുത്തോണ്ട് വരും, മീൻ മേടിച്ചോണ്ട് വരും. ഇത് നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ റിമോട്ട് എടുത്ത് ചാനലൊക്കെ മാറ്റി തരും. മിടുക്കം പട്ടി. പിന്നെ വീട്ടിലായാലും പറയണോ, സിംഹം കണക്ക് നിൽക്കും. അപ്പൊ കള്ളന്മാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇന്നലെ വീട്ടിൽ കള്ളം കയറി. ആ പട്ടി കടിച്ചില്ലാതാക്കി കാണും. പിന്നെ അലമാരിയുടെ ചാവിയൊക്കെ അവനാണ് എടുത്തോണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് കാണിച്ചു കൊടുത്ത് അമ്മമാര് ടി വി ഒക്കെ എടുത്ത് അവസാനം ടിവിയുടെ റിമോട്ടും കൊണ്ട് കൊടുത്തു. എന്നിട്ട് ആ പട്ടി ഇപ്പോഴും അവിടെ ഉണ്ടോ? ആ പേട്ടോട്ടി അമ്മമാരുടെ പോയി. കള്ളന്മാരുടെ കൂടെ? കള്ള പട്ടിന്ന് പോട്ട്. അങ്ങനെ എന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, ടൈഗർ. എന്താണ് ടൈഗർ? ആ വീട്ടിന്റെ പുറകെ കിടക്കുന്ന പട്ടിയില്ലേ, പേര് ടൈഗർ. ദൈവമേ, ടൈഗറിനെ ഒന്ന് കാണണം. എണീച്ചെന്ന് മനസ്സറിഞ്ഞൊന്ന് കുരച്ചാ ടൈഗർ അവിടെ വീണിക്കണം. ഇത്തിരിയെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ ചങ്ങളയുടെ ഇടയിൽ കൂടെ ഊരി അത് എങ്ങോട്ടെങ്കിലും പോയാണ്. ടൈഗർ കണ്ടേ ചന്തേക്കണ ചാവാലി പട്ടിയെ പിടിച്ചോണ്ട് വന്നിട്ട് നീ ഓടെ, നീ പണിയായി പിണങ്ങിയാ. നീ ഒരു കാര്യം ചെയ്യും, അവിടെ കിടക്കുന്ന പട്ടികൾ എടുത്തോണ്ടൊന്ന് ഇവിടെ ഇട്. എവിടെ ഇടണം? അവിടെ കിടക്കുന്ന പട്ടികൾ എടുത്തോണ്ടൊന്ന് ഇവിടെ ഇട്. എങ്കിലും എനിക്ക് പണി ചെയ്യാൻ പറ്റും. സിനിമാറ്റിക് ഡാൻസാ? പണ്ട് സിനിമാറ്റിക് ഡാൻസ് കളിച്ചോണ്ടിരുന്ന ആളല്ലേ. പക്ഷെ പണിക്ക് ഇറങ്ങിയിട്ട് എനിക്കത് മാറുന്നില്ല. സംഭവം കൊള്ളാം കേട്ടോ, ഐഡിയ ഒക്കെ കൊള്ളാം. മൊബൈലിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കരുത്. മൊബൈലിൽ കുത്തുന്നില്ല, ഞാൻ ഒരു പോസ്റ്റ് ഇടയാണ്. ഇനി മുതൽ അമ്പിളിക്കുട്ടൻ ഈ FB-യിൽ ഫോട്ടോകൾ ഇടുന്നതല്ല. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം, 2-3 പെണ്ണുങ്ങൾ എന്റെ അടുത്ത് പരാതി പറഞ്ഞു. എന്ന് വെച്ചാലേ, അമ്പിളിക്കുട്ടൻ ഇനി ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടരുത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഡിസ്പ്ലേയിൽ ലിഫ്റ്റിക്ക് പറ്റിയിട്ട് മൊബൈൽ ചീത്തയാവുന്നുണ്ട്. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. റെഡി? തീരെ വയ്യല്ലേ? ആ ഉളി എടുത്തൊന്ന് മൂർച്ച കൂട്ടിയാണ്. മൂർച്ച കൂട്ടണം. അങ്ങനെയാണ് ഉളിക്ക് മൂർച്ച കൂട്ടണത്. എടാ, ഉളിക്കൊക്കെ മൂർച്ച കൊണ്ട ഒരു രീതിയുണ്ട്, നോക്കിക്കോ. ഈ തടിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴേ കറക്റ്റായിട്ട് മൂർച്ച കൂട്ടും. ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കയറി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നല്ലതായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാലേ ഇഷ്ടംപോലെ പൈസ തരും. എടാ, പിന്നെ ഇന്നലെ നീ എന്താ പണിക്ക് വരാത്തത്? ഇന്നലെ ആരുടെ പറയല്ലേ, എന്റെ നിക്കർ ഒരു എലി കടിച്ച് കയറി.
വേറെ ഒന്നും ഇല്ലായിരുന്ന ഒരെണ്ണേ ഉള്ളായിരുന്നു. എലി വിഷം വെച്ച് എലിയെ കൊല്ല്. എന്തിന്? ഞാൻ എലിയെടുത്ത് പ്രതികാരം ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്രതികാരം ചെയ്ത്? കട്ടിലിന്റെ അടിയിൽ അവന്റെ ഒരു കൊച്ചു നിക്കറ് കിടന്നു. ഞാനെടുത്ത് ബ്ലേഡ് വെച്ച് കീറി. എലിയുടെ നിക്കറെന്ന് ആര് പറഞ്ഞത്? എലിയുടെ പടം ഉണ്ടായിരുന്നു അതിനകത്ത്. എടാ മിക്കി മൗസ് നിന്റെ ചേച്ചിയുടെ കുഞ്ഞിന്റെ നിക്കറായിരിക്കും. ആണോ? അത് മേടിച്ചു കൊടുക്കണമല്ലോ. എന്റെ കുടുംബത്തിലെല്ലാം പാഴ് ജന്മങ്ങൾ. അങ്ങനൊന്നും പറയരുത്, അങ്ങനെ പറയരുത്. എന്റെ അപ്പൂപ്പനെ അറിയാമോ? എന്റെ അപ്പൂപ്പനെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പൻ കിടിലമാണ്. പിന്നെ അപ്പൂപ്പനെ കാണാൻ രാജാവൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. രാജാവാ? അപ്പൂപ്പനെ കാണാൻ? അപ്പൂപ്പനെ കാണാൻ. അപ്പൊ അപ്പൂപ്പൻ മറ്റേ പഴങ്കഞ്ഞി വെള്ളത്തിൽ ലവ്ലോലിക്ക് അച്ചാറൊക്കെ ഇട്ട് രാജാവിന് കൊടുത്തു. കുടിക്കാൻ വേണ്ടിയില്ല വീട്ടിൽ വന്നു. അതിൽ സംപ്രീതനായ രാജാവ് അപ്പൂപ്പന് മറ്റേ പുട്ടും കടലയും കൊടുത്തു. സോറി, പട്ടുമളയും കൊടുത്തു. കിടിലൻ കോമഡി. കാള പോലെ വളർന്നില്ലടാ, ഇപ്പോഴും പഴയ കൗണ്ടർ പറഞ്ഞു നടക്കുകയാണ്. അവനാണ് പറഞ്ഞു തന്നെ. ആരെങ്കിലും നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? നീ അത് കേൾക്കാൻ നിക്കല്ലേ, പണിയാൻ നോക്ക്. എന്റെ അപ്പൂപ്പന്റെ കാര്യം പറ. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂടെ 12 മക്കളാണ്. 12 മക്കളാ? അമ്മൂമ്മ 12 എണ്ണം പ്രസവിച്ചു. അപ്പൊ ഇതിൽ ഏതെങ്കിലും സിസേറിയന്റെ ഉണ്ടായിരുന്ന? ഇല്ല, എല്ലാ അപ്പൂപ്പന്റെയാ. അപ്പൂപ്പന്റെ കാര്യം ഇപ്പൊ അപ്പൂപ്പന് വയ്യപ്പം സ്വാഭാവികം. വയ്യ, ആശുപത്രിയിൽ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. അപ്പൂപ്പന് മറ്റേ ഇത് പ്രേം റിയാസിൽ പ്രശ്നം. നമ്മളെ ശരീരത്തിനകത്തുള്ള പ്രേം റിയാസ്, അങ്ങനെ തന്നെയാണ് പണ്ട് മുതൽ അതില് പ്രശ്നം. അപ്പൊ പറഞ്ഞു ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു തന്നിട്ട് ഞാൻ കൊണ്ടുപോയി. എന്ത് പറഞ്ഞു ഡോക്ടർ? എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? അസുഖക്കാരനെ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടറെ കണ്ടില്ലല്ലോ. ഡോക്ടറെ കണ്ടില്ല, പിന്നെ ആശുപത്രി പോയതാ? ആശുപത്രി കാണിക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി ആശുപത്രിയൊക്കെ കാണിച്ചു കൊടുത്തു. അവരെല്ലാം കൊണ്ട് കറങ്ങി കുത്തിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. പുള്ളിക്ക് അസുഖമാണെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. അത് വീട്ടിൽ പറഞ്ഞായിരുന്നു. പിന്നെ വൈദ്യശാലയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൂപ്പനെ കൊണ്ട് വൈദ്യശാലയിൽ പോയി. വൈദ്യം എന്ത് പറഞ്ഞു? വൈദ്യം പറഞ്ഞു അപ്പൂപ്പന് എന്നും രാവിലെ 5 പച്ചമുട്ട പുഴുങ്ങി കൊടുക്കാൻ. എന്നിട്ട് കൊടുത്താ? ഞാൻ എല്ലാ കടയിലും കയറി ഇറങ്ങി. ഞാൻ കണ്ടില്ല പച്ചമുട്ട, എല്ലാ മുട്ടയും വെള്ള. വേറെ വല്ലതും വൈദ്യം പറഞ്ഞായിരുന്നു? പിന്നെ വൈദ്യം പറഞ്ഞു രാവിലെ എണീച്ചിട്ട് ഗോമൂത്രത്തില് ഈ അയ്മോദകം, അതിമധുരം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, അവില്, മലര് ഇതൊക്കെ ഇട്ട് കലക്കി അപ്പൂപ്പന് കൊടുക്കാൻ പറഞ്ഞു. കലക്കി കൊടുത്തില്ല. ഇതൊക്കെ കലക്കിയപ്പോ എനിക്ക് കൊതിയൊന്നും ഞാനങ്ങ് കുടിച്ചു. സൂപ്പർ സാധനമാണ്. കുടിച്ചപ്പോ തലക്കരി ചെറിയ പെരിപ്പും ഉണ്ടായിരുന്നു. ചുമ്മാ ഇതന്നെ. നീ ആണി അടിക്കുവോ? ആണി അടിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്റെ ചുണ്ടൊക്കെ ഞാൻ അടിക്കും. സാധനം ഉണ്ടാ? വെള്ളം അടിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? ഈ ആണി ഇതിനകത്ത് അടിക്കുമെന്നാണ് ചോദിച്ചത്. ആണി വെള്ളോടി വിചാരം മാത്രമേ ഉള്ളൂ. നിന്റെ വെള്ളോടി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പണിക്ക് കറക്റ്റ് സമയത്ത് വരത്തില്ല. അത് ശരിയാ. ഞാന് നാള് എന്നെ വീട്ടുകാരെപ്പോഴും പറഞ്ഞു സമയത്ത് വീട്ടിൽ വന്നോണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന സമയത്ത് വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ മനസ്സിൽ കരുതി 2 പെഗ് ഓടിച്ചിട്ട് 10 മണിയാകുമ്പോ വീട്ടിൽ കയറാന്ന്. എന്നിട്ട് വീട്ടിൽ പോയാ? സംഭവം തിരിഞ്ഞു പോയി. എന്തൊരു തിരിഞ്ഞു പോയെന്ന്? 10 പെഗ് ഓടിച്ചിട്ട് 2 മണിക്കാണ് വീട്ടിൽ. പക്ഷെ ഞാൻ ആരെ ശല്യം ചെയ്തൊന്നുമില്ല. ആരെ ഉണത്താതെ ഞാൻ മുറിക്കകത്ത് കയറി കിടന്ന് മിണ്ടാതെ കിടന്നുറങ്ങി. അത് നല്ല കാര്യം, നല്ല കാര്യം. രാവിലെ അച്ഛൻ വന്ന് ചോദിക്കണം ആടാ കക്കൂസിന്റെ അകത്ത് ഇറങ്ങാവില്ലെന്ന്. കിടന്നുറങ്ങിയത് വെള്ളം അടിച്ച് എനിക്ക് തലയ്ക്ക് വെളിവില്ല. പ്രബന്ധങ്ങളാണല്ലോ ഇവിടെ മൊഴിഞ്ഞിടുന്നത്, അതുകൊണ്ട് കൊള്ളാം. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം നശിപ്പിക്കുന്നത് മദ്യമാണ്. അതെ, ഞാൻ വീട്ടിൽ ചെന്ന് കാലിക്കുപ്പി എല്ലാം എടുത്തു, എന്നിട്ട് എടുത്ത് എറിഞ്ഞു. വെറുതെ എറിയുന്നല്ല, ഓരോന്നും പറഞ്ഞു ഞാൻ എറിയും. നീയാണോടാ എന്റെ കുടുംബത്തെ വിളിച്ചത്? അടുത്തെടുക്കും. നീയാണോടാ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വിലയില്ലാതാക്കിയത്? അതും പൊട്ടിച്ച്. മൂന്നാമത്തെ എടുത്തു. എറിഞ്ഞു പൊട്ടിച്ചാ? എറിഞ്ഞില്ല. എന്ത്? അത് പൊട്ടിക്കാത്ത കുപ്പിയാ. അവ ഇതിനകത്തില്ല. ഈ സംഭവത്തിൽ ഫ്രഷ് സാധനം. അവ ഇല്ല ഇതിനകത്ത്. കുറ്റക്കാരനല്ല അവൻ. എങ്ങനെയാടാ ഭാര്യ നിന്റെ കൂടെ കഴിയുന്നത്? ഭാര്യ അപ്പൊ മേശരി കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇല്ല. വള്ള ഇവിടെ എങ്ങും പെണ്ണ് കിട്ടാത്തോണ്ട് ഈ തമിഴ് നാടോടി സ്ത്രീകളില്ലേ, മറ്റേ ആക്രി പറക്കാനൊക്കെ വരുന്നത്, അതിനകത്ത് ഒരു പെണ്ണിന് ആരും ജീവിതം കൊടുത്ത്. നല്ല മനസ്സുള്ള പയ്യന്മാർക്ക് അങ്ങനെയുള്ള തോന്നും. കല്യാണത്തിന്റെ ഒന്നും പിറ്റേന്ന് രാവിലെ എല്ലാരും എണീക്കുന്നതിന് മുമ്പ് അവൾ എണീച്ച്. മിടുക്കി, നല്ല ഭാര്യമാർ അങ്ങനെയാണ്. എന്നിട്ടേ അവിടെ കല്യാണത്തിന് വാടകയ്ക്ക് എടുത്തിട്ടിരുന്ന കസേരയൊക്കെ ഇല്ലേ, അതൊക്കെ ചവിട്ടി ഒടിച്ചൊരു ചാക്കി കെട്ടിയിട്ട് അവള് അതുകൊണ്ട് തലം വിട്ടു. ജോലി ചെയ്തു. വീട്ടിലിരുന്ന് ആവശ്യമുള്ള സാധനം എല്ലാം കൊണ്ടുപോയി. ആ വീട്ടിൽ ഏറ്റവും ആവശ്യമില്ലാത്ത എന്തെന്നറിയാവോ? നീയാ നിന്നെ കൊണ്ടുപോണോ? അല്ല, പണിയെല്ലാം ചെയ്യാൻ നോക്ക്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് പോണം കേട്ടോ. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഇവിടെ പോണം. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ യാത്രയുണ്ടേ. നീ ഒരു കാര്യം ചെയ്, ഇവിടെ കിടന്ന പട്ടിയെടുത്താ? ഇവിടെ പട്ടി എല്ലാം എടുത്തില്ല, മേശരി മേടിച്ചെടുത്ത് ഇറച്ചി എടുത്തോണ്ട് പോകുന്നുണ്ട്. 4 വിരൽ തിരിച്ച് കാല് ഊന്നി. നീ ഒറ്റൊരുത്തനാണ്. എവനാണ് പറഞ്ഞത് ഇത് നല്ലതാണ്? പറയണ അവനാ പറഞ്ഞത്. എന്തിനാണ് അവൻ പറഞ്ഞത് കേൾക്കാൻ പോയത്? എന്റെ ബലമായ സംശയം പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയെ കോമഡി പറഞ്ഞ് ഇല്ലാതാക്കി വിട്ടിരിക്കുന്ന ചാരനാണ് അവൻ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയില്ല അങ്ങനെ? അത് ദുരന്തം. ഇത് ദുരന്തം. പണിയായി. അവൻ പറയണമെന്ന് പറയല്ലേ? ഇല്ല.
പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് ഇവിടെ പോവേണ്ടതാണ്. പെട്ടെന്ന് പോണം. എന്തെന്ന് പെട്ടെന്ന്? വേറൊന്നും അല്ലടാ, എന്താണെന്നറിയാമോ? ഇത് സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു മരണം. ഇവിടെ തടിയെല്ലാം ഇങ്ങോട്ട് തരണേ. ആര് മരിച്ചത്? മരിച്ചത് നമ്മുടെ സുധാകരനോടാ, പണിക്ക് പോയിക്കൊണ്ടിരുന്നില്ലേ അയാള് മരണം. അത് പുള്ളി ശ്മശാനത്തിൽ കൊണ്ടുപോകണം. ശ്മശാനത്തില് തൈക്കാറുള്ള ശ്മശാനം അവിടെ കൊണ്ടുപോകരുത്. ഇപ്പൊ വേറൊരു പുതിയ ശ്മശാനം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എവിടെ? നല്ലതാണ് അവിടെ. അവിടെ ഈ വിറക് ഫ്രീ ആണ്, ചിരട്ട ഫ്രീ, തൊണ്ട് ഫ്രീ, പിന്നെ എണ്ണ, തിരി, വിളക്ക് ഇതെല്ലാം ഫ്രീ ആണ്. അപ്പൊ അവിടെ എല്ലാം ഫ്രീ ആണ്. അപ്പൊ നമ്മളൊന്നും കൊണ്ടുപോകണ്ട. ശവം നമ്മൾ കൊണ്ടുപോകണം, അതോടെ കാണില്ല. എടാ, എനിക്ക് അയാളെ വീട്ടിൽ പോയിട്ടേ, മരിച്ച വീടല്ലേ, ആന്റി വൈറസ് ഒക്കെ ചെയ്യണം. എവിടെയാണ് മരിച്ച മരണ വീട്ടില്? അതിലൊന്നും ഒരു കാര്യമില്ലെന്ന്. ആന്റി വൈറസ് എന്താണെന്ന് നിനക്ക് അറിയാമോ? ആന്റി വൈറസ് എന്താന്നൊക്കെ എനിക്കറിയാം. എന്താണ് ആന്റി വൈറസ് പറഞ്ഞാൽ ഈ വൈറസുകൾ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകും. അപ്പൊ ഈ ആന്റിമാരാണ് അതിനെ വളർത്തുന്നത്. അതാണ് ആന്റി വൈറസ്. ഈ വിവരം വെച്ചാണ് PSC എഴുതാൻ പോണത്. റാങ്ക് മേടിക്കും. PSC നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു. അറിയാമോ? PSC സാധാരണ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അതിന് ആൻസർ നീ പറയോ? ഞാൻ പറയും. പറയുമല്ലോ. പറയും. എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? എവറസ്റ്റ് ഗീലേരി അച്ചു. എഡ്മണ്ട് ഹിലാരി. അത് തന്നെ. കൂടെ ഒരാളുണ്ടായിരുന്നു. ആരാണ്? കൂടെ ഒരാളല്ല, 10 പേരുണ്ടായിരുന്നു. 10 പേരാ? അതാര്? 10 സിംഗന്മാര്, പഞ്ചാബികള്. ടെൻസിംഗ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. ടെൻസിംഗ് എഡ്മണ്ട് ഹിലാരി. അങ്ങനെ കളക്ടർ ആവാൻ കേട്ടാ, കളക്ടർ. വേണ്ട, ആ ചെറിയ ജോലിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ട്രാഫിക് പോലീസ് ആയാൽ മതി. വീട്ടിൽ വന്ന് വിളിക്കും കേട്ടോ. ആ ഡോർ നടച്ചു നോക്കടാ. പിന്നെ ഇവിടുന്ന് കൃത്യമായിട്ട് വൈകുന്നേരം പൈസ കിട്ടൂടാ. പൈസ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ കിട്ടൂടാ. എന്ന് തരാതെ ശമ്പളം കുടിശ്ശേക്ക് എനിക്ക് തന്നോണം. ശമ്പളം കുടിച്ച് ഇങ്ങോട്ടേ പൈസ തരാവുള്ളൂ. എന്താണ്? കൊള്ളാം. എടാ, കഴിഞ്ഞ ആഴ്ച 1000 രൂപ, പിന്നെ 350 വെള്ളം അടിക്കണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തന്നെ. പിന്നെ 270 രൂപ, പിന്നെ നിനക്ക് ആഹാരം വാങ്ങിച്ചത് 58 രൂപ 50 പൈസ. ഇവിടെ എഴുതി കൂട്ടാൻ എത്രയാന്ന് കൂട്ടി നോക്ക്. ഇങ്ങോട്ട് തരാവുള്ളൂ ഈ മാസം ശമ്പളം. എത്ര? 1000, 250, 150, പിന്നെ ഒരു 500 ഉണ്ട്, 500, പിന്നെ ഒരു 270, പിന്നെ ആഹാരം വാങ്ങിച്ചു തന്നത് 58, 50 പൈസ. കള കുഴപ്പമില്ല, നമ്മളെ കൂട്ടുകാരനല്ലേ. എത്രയുണ്ട് തരാൻ? ഒന്നും കാണിക്കുന്നില്ലല്ലേ? കാണിക്കുന്നില്ലെന്നാ? നീ എവിടെ എഴുതി കൂട്ടിയത്? അതുകൊണ്ട് ഈ കാൽക്കുലേറ്ററില്. ഏത് കാൽക്കുലേറ്റർ ഇത്? മരമണ്ട, അത് ഇതിന്റെ ലോക്കാണ്. ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരിക്കൽ ലോക്കായി കഴിഞ്ഞാൽ ലോക്ക് തുറക്കാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് ആള് വരണം. ഞാനിരിക്കും പുറത്തിറങ്ങോടാ. സമാനപ്പെടും. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്റെ മൂത്രം ആസിഡാണ് തൊഴിച്ചു അലിയിച്ചു കളയാ. ഒരു കാര്യം ചോദിക്കട്ടെ, മേശരി കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല. മേശരിക്ക് ഭാര്യയും കൊച്ചുങ്ങളും അങ്ങനെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭാര്യയും കൊച്ചുങ്ങളും വാടകയ്ക്ക് എടുക്കും? ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. അതുമില്ല. മേശരി 2 ദിവസം വീട്ടിലെന്ന് ആരും അന്വേഷിച്ചു വരുമോ? ഇല്ല. മേശരിക്ക് കടം ഉണ്ടാ? കടങ്ങളേ ഉള്ളൂ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. മുണ്ട് തലയെ കൂടെ മൂടിയാണ് നടക്കുന്നത്. ആ കണ്ണാടി ഒന്ന് ഊരിയാണ്. എന്ത് ഊരിയ? ഇത് എങ്ങോട്ട് പോണത്? ഫിഗർ കറക്റ്റ്. ഒന്ന് കുറച്ചേ. പക്ക. ലണ്ടനിൽ നിന്ന് ആള് വരുന്നവരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതിനകത്ത് പട്ടിയായിട്ട് കിടന്നോ. ആഹാരമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തരാം. റിയലി സോറി. ഇതിന് അവന്റെ അടുത്ത് സോറി പറഞ്ഞത്? അവൻ സാമ്പിൾ പീസ് ദുരന്തം. അപ്പൊ ഞാനാ മാസ്റ്റർ പീസ് ദുരന്തം.